നമസ്കാരം, ഗിബ്സനാണ്. നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ട് അപകടങ്ങൾ, തലകറങ്ങി വീഴുന്നു, ബോധം കെട്ട് വീഴുന്നു. അതിനുശേഷം നമ്മൾ CPR കൊടുക്കുന്നു. CPR കൊടുത്ത നമുക്ക് ഈ കോവിഡ് സമയങ്ങളിൽ നമുക്കറിയാം, ഡയറക്റ്റ് നമ്മൾ CPR കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വായിലേക്ക് ഓക്സിജൻ കൊടുക്കുമ്പോൾ ഇന്നത്തെ പല ആൾക്ക് രോഗങ്ങളുള്ള ആൾക്കാരുണ്ട്, പല അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ അല്ലെങ്കിൽ കോവിഡ് പാൻഡമിക് ഡിസീസ് സമയത്ത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. CPR ചെസ്റ്റ് കംപ്രഷൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ പറയുന്നതല്ല, അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് നമുക്ക് അംബു ബാഗ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് CPRന്റെ ഓക്സിജൻ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ഇയാൾക്ക് CPR കൊടുക്കാൻ പോകും. നമ്മള് CPR കൊടുക്കുമ്പോ ഇയാളുടെ എയർവേ നോക്കണം, എയർവേ ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ പൊന്തിച്ചേക്കണം അല്ലെ. ഇയാളുടെ ചിഹ്ന ഇങ്ങനെ വേണം. എന്തിനാണ് ഈ എയർവേ ഓപ്പൺ ആവാൻ? കറക്റ്റ്. ഇത് ഒരു സാംക്രമിക രോഗമുണ്ട് ശരിക്കും. അപ്പൊ ഇയാൾക്ക് മൗത്ത് ടു മൗത്ത് കൊടുക്കാൻ പറ്റും നമുക്ക്? ഇല്ലില്ല. അങ്ങനെ കൊടുക്കാം. അങ്ങനത്തെ അവസരത്തിൽ മാത്രമാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. ഇത് നോക്കാം, ഇതാണ് നമ്മുടെ മൗത്ത് അല്ലെ. ഇത് ഏത് രീതിയിൽ ഇരിക്കണം? നോസ് കവർ ചെയ്തിട്ട് തന്നെ ഓറിനാസിൽ ക്യാപ്പില്ലേ അതേപോലെ തന്നെ വരണം. ഇതല്ല, ഓക്കെ. ഓറിനാസൽ ക്യാപ്പ് വരുന്ന രീതിയിൽ വരണം. ഇങ്ങനെ പിടിച്ച് കൊടുക്കരുത്. ഈ ചിഹ്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കണം. ഓക്കെ. ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം എന്താ? ഇയാൾക്ക് വല്ല സാംക്രമിക രോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൗത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അംബു ബാഗ്. നമുക്ക് ഇപ്പൊ കണ്ട വീഡിയോ അംബു ബാഗ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് CPRന്റെ ഒരു ഓക്സിജൻ കൊടുക്കേണ്ടത് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് എങ്ങനെ CPR കൊടുക്കാമെന്ന് കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ.